നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുകയും പറ്റുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം. പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന് ഇതിൻ്റെ താഴെ കമൻ്റായി ഒന്ന് രേഖപ്പെടുത്തുകയും വേണം. ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് വിഷമം ഉണ്ടാക്കും. അത് മനഃപൂർവ്വം വിഷമം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല, പറയേണ്ടതായതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. എന്ന് വെച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തോട് അമർഷമുണ്ടെന്നോ ദേഷ്യമുണ്ടെന്നോ വൈരാഗ്യമുണ്ടെന്നോ ഒന്നുമില്ല. നമ്മൾ മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതൊക്കെ വാസ്തവമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇന്ന് കണ്ട ഒരു വീഡിയോ കാസർഗോഡ് പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ മുന്നിൽ കൂട്ടിക്കുളം നൂറുൽ ഹുദ മദ്രസയിലെ സ്ഥാപനത്തിന്റെ നബിദിന റാലി കടന്നു പോകുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ വന്നപ്പോൾ ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞു നിന്ന് സല്യൂട്ട് കൊടുത്തവരൊന്നടങ്കം. ആ സല്യൂട്ട് ഒരാള് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കച്ചവടക്കാരന്റെ മകൻ അദ്ദേഹം അത് വീഡിയോ എടുത്ത് ഇട്ടു. അത് വളരെ പെട്ടെന്ന് വൈറലായി. അത് ലോകം മുഴുവൻ കണ്ടു, മലയാളികളൊക്കെ കണ്ടു. മാനവ സൗഹാർദ്ദത്തിന്റെ സാഹോദര്യത്തിന്റെ ഒരു ഉദാഹരണമായി അത് വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്നു. സത്യത്തിൽ ഈ നൂറുൽ ഹുദ നബിദിന റാലിയിൽ ആദ്യമായിട്ടല്ല, അവർ 10 വർഷത്തോളമായി ഇത്തരത്തിൽ അതുവഴി കടന്നു പോകുമ്പോഴൊക്കെ മറ്റ് മതസ്ഥാപനങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ കാണുമ്പോൾ അവർക്കൊക്കെ ഒരു സല്യൂട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇത് ഒരു വീഡിയോ എടുത്തിട്ടപ്പോൾ വൈറലായി എന്നേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് 2025 സെപ്റ്റംബർ 11 ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിനെ ഒന്ന് വിലയിരുത്തണം. നമ്മൾ എങ്ങനെയാണ്, ഇതൊക്കെ നാടകമാണോ പ്രഹസനമാണോ, നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടോ എന്നുകൂടി ഒന്ന് പരിശോധിക്കണം. ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ല, ഉണ്ടാകാൻ എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആരും വിമർശിക്കുന്നതല്ല. വിമർശനം ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തുന്നതാണ് മാനവ സൗഹാർദ്ദം ആഗ്രഹിക്കുന്നവർക്ക് നല്ലത് എന്നതുകൊണ്ടാണ്. നല്ല ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അതായത് ഒരു ക്ഷേത്രത്തിന് മുന്നിൽ മറ്റൊരു മതസ്ഥരുടെ മതവിഭാഗങ്ങളുടെ വിശ്വാസ സമൂഹത്തിന്, മതം എന്ന് പറയണ്ട, മറ്റൊരു തരത്തിൽ ഈശ്വരാരാധന നടത്തുന്ന ഒരു വിഭാഗത്തിന്റെ മുന്നിലെത്തിയപ്പോൾ, അവരുടെ ആരാധനാലയത്തിന്റെ മുന്നിലെത്തിയപ്പോൾ ഒന്ന് ആദരിച്ച് ബഹുമാനിച്ച് കടന്നുപോയി. അത്രയേ ഉള്ളൂ. ആദരം മതി, അല്ലാതെ അവിടെ തിരിഞ്ഞു നിന്നുകൊണ്ട് തൊഴേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് അവരുടെ വിശ്വാസം വേറെയാണ്, ഇവരുടെ വിശ്വാസ രീതി വേറെയാണ്. അവരവരുടെ വിശ്വാസ രീതിയിൽ തന്നെ ജീവിക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുവായിട്ടും മുസ്ലിമായിട്ടും ക്രിസ്ത്യാനിയായിട്ടും പഴശ്ശിയും ബുദ്ധനും ജൈനനും എല്ലാം അതായിട്ടും ജീവിച്ചാൽ മതി. അല്ലാതെ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരാൾ മറ്റൊരാളാകേണ്ട ആവശ്യം ഇല്ല എന്നതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം, ഇത്രയധികം സാഹോദര്യമുണ്ട്, മതസൗഹാർദ്ദത്തിന് വേണ്ടി മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാനവ സൗഹാർദ്ദത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും തങ്ങളുടെ മതം മാത്രമാണ് ശരി എന്ന് വാദിച്ചുകൊണ്ടാണ് മിക്കവാറും എല്ലാവരും ഇരിക്കുന്നത് എന്നത് ഏറ്റവും വലിയ അപകടമാണ്. അതിനർത്ഥം ഈ കാണിക്കുന്നതൊക്കെ വെറും നാടകമാണ്, പ്രഹസനമാണ് എന്ന് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ മറ്റു മതസ്ഥരുടെ വിശ്വാസാചാരങ്ങളെ അവരങ്ങനെ തന്നെ ആചരിക്കട്ടെ. അവരതിലെ അധർമ്മങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യനായി ജീവിക്കട്ടെ. ധർമ്മമനുസരിച്ച് ജീവിക്കുന്നവർ, അവരുടെ മതധർമ്മം, അവരെ വേദങ്ങൾ പഠിപ്പിക്കുന്ന ധർമ്മ നിഷ്ഠ അനുസരിച്ച് ജീവിക്കുന്നവർ സ്വർഗത്തേക്ക് പോകട്ടെ എന്ന് തീരുമാനിച്ചാൽ മതി. നീ മറ്റു മതസ്ഥരെ കുറിച്ച് കുറ്റം പറയാനോ മറ്റു കാര്യങ്ങൾക്കോ നടക്കണ്ട. നിന്റെ മതത്തെക്കുറിച്ച് നീ തെറ്റിദ്ധരിച്ച് നടക്കുകയും വേണ്ട. നീ എന്താണോ പഠിച്ചത്, നിന്റെ വിശ്വാസം അനുസരിച്ച് നിന്നെ എങ്ങനെയാണോ ജീവിക്കാൻ പറഞ്ഞത് ആ രീതിയിൽ നീ ജീവിച്ചുകൊള്ളുക. അവന്റെ ജീവിതം അനുസരിച്ചിട്ട്, അവൻ പഠിപ്പിച്ചതും അവന്റെ ജീവിതചര്യ അനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ അതനുസരിച്ചിട്ട് അവൻ ജീവിക്കണ്ടേ. അവന് നീ മാർക്കിടാനും പോകണ്ട. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മതം, ഏത് മതമായിക്കോട്ടെ, ഇപ്പൊ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് ഒരു മുസ്ലിം മതം വെച്ച് തന്നെ നമുക്ക് പറയാം. ഞാൻ കരുതുന്നത് ചുറ്റുമുള്ള ബാക്കിയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇപ്പൊ ജൈനനും പാഴ്സിയും അതുപോലെയുള്ളവരെല്ലാം അവിശ്വാസികൾ, അവരൊക്കെ നരകത്തിൽ പോവും. അവർ സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അവർ കലിമ ചൊല്ലി മുസ്ലിമായി ജീവിക്കണം എന്ന്. ഇതേ വർത്താനം തന്നെയാണ് ബാക്കി ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും അവർ പറയുന്നത്. ഒരു ക്രിസ്ത്യാനി പറയുന്നത് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട്, കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങോട്ട് മാറണം. അവിടെ നിസ്കാരം നോമ്പ് കൊണ്ട് ഇരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതായത് കർത്താവിന്റെ വിശ്വാസ സംഹിത അനുസരിച്ച്, ബൈബിൾ അനുസരിച്ചിട്ട്, ബൈബിളാണ് സത്യവേദ പുസ്തകം എന്നനുസരിച്ചിട്ട് ജീവിക്കണം. ഖുർആനൊന്നും അവിടെ എടുത്തു വെക്കാനൊന്നും പറ്റൂല. ഇനി ഇപ്പുറത്തേക്ക് ഹൈന്ദവതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും കൊണ്ട് അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അവിടെ 4 വേദങ്ങളുണ്ട്. ആ വേദ സംഹിത അനുസരിച്ചിട്ട് അതിലെ അധർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവന് കഴിയണം. ഒരു സനാതന ധർമ്മവാദിയായി ഒരു ജഗദീശ്വരനെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെയാ
അതൊരു മുസ്ലിമോ ഒരു ക്രിസ്ത്യാനിയോ അങ്ങനെ പോകേണ്ടതില്ല എന്നതാണ് എൻ്റെ നിലപാടാണ്. അങ്ങനെ പോകേണ്ടതില്ല. മുസ്ലിം മുസ്ലിമായിട്ടും ഹിന്ദു ഹിന്ദുവായിട്ടും ക്രിസ്ത്യൻ ക്രിസ്ത്യാനായിട്ട് ജീവിച്ചാൽ മതി. അങ്ങനെ തന്നെയാണ്. ഓരോ മനുഷ്യനും വ്യത്യസ്തരായതുകൊണ്ട് തന്നെ വ്യത്യസ്ത രീതിയിലായിരിക്കും അവരുടെ ആചാര വിശ്വാസങ്ങളും വരിക. ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് വിവിധ ഗ്രൂപ്പുകൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളില്ലേ. എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരായ പോരെ, അല്ലെങ്കിൽ എല്ലാവരും കോൺഗ്രസ്സുകാരായ പോരെ, അല്ലെങ്കിൽ BJPക്കാരായ പോരെ. വ്യത്യസ്തരായി നിൽക്കുന്നത് ഈ ആശയ വൈരുദ്ധ്യമുള്ളത് കൊണ്ടാണ്. അതുപോലെ മതത്തിലും അവരുടെ വിശ്വാസ ആശയ വൈരുദ്ധ്യമുള്ളത് കൊണ്ട് അത് വൈരുദ്ധ്യമുള്ളവരെ നിൽക്കുന്നു. ഏതെങ്കിലും ഒരു കൂട്ടർ നല്ലതെന്നോ ചീത്തയെന്നോ പറയേണ്ടതില്ല. ഇവിടെ BJP മുഴുവൻ വർഗീയവാദികൾ, കോൺഗ്രസ് മുഴുവൻ മതേതരവാദികൾ എന്ന് പറയുന്ന പോലെയാണത്. ഓരോരുത്തർക്കും ഓരോ രീതി, ഓരോ ചലന രീതിയുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് അവർ പോയാൽ മതി. എല്ലാവരുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ രാജ്യത്തെ ഡെവലപ്പ് ചെയ്യുക, വളർത്തുക, ഈ നൂറ്റാണ്ടിൽ തന്നെ നിലനിർത്തുക എന്നതാണ്. അതുപോലെ എല്ലാ മതങ്ങളുടെ പരിപാടി എന്താ? വിശ്വാസികളുടെ പ്രശ്നം എന്താ? സത്യധർമ്മം അതനുസരിച്ച് ജീവിക്കുക, സുഖമായി മരിക്കുക, സ്വസ്ഥമായി, അതിനുശേഷം എന്തെങ്കിലും ജീവിതം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞു പോവുക, അത്രേ ഉള്ളൂ. അപ്പൊ അത് അവരവരുടെ കാര്യം മതി. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്തത് ശരിയാണ്. ഈ ഒരു അർത്ഥത്തിലാണ് ഞാൻ ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒന്ന് സല്യൂട്ട് ചെയ്യുന്നത് നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹിന്ദു കുടുംബത്തിലെ അപ്പനും അമ്മയും 2 കുട്ടികളും അവർ ഇരുന്നു കൊണ്ട് ഒരു പാട്ട് പാടി. യാ റസൂലുള്ളാ എന്നൊരു പാട്ടാണ് പാടിയത്. ആ പാട്ട് പാടിയപ്പോൾ യൂസുഫ് അലി ഒരു നെക്ലസ് കൊടുത്തു വിട്ടു. മറ്റു പലരും അവർക്ക് എന്തൊക്കെയോ ചെയ്തു കൊടുത്തു. പിന്നെ അതിലെ 2 കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതൊക്കെ ഇന്നും ചെയ്തു കൊടുക്കുന്നുണ്ട്, തുടർന്ന് പോരുന്നുണ്ട്. ഇതൊക്കെ ഒരു ഹിന്ദു വിഭാഗത്തിലെ കുറച്ച് കുട്ടികൾ അല്ലെങ്കിൽ ഒരു കുടുംബം മുസ്ലിം പാട്ട് പാടിയതുകൊണ്ടാണ്. അപ്പോൾ ഹിന്ദു മുസ്ലിം പാട്ട് പാടുമ്പോൾ അത് മതേതരം. ഇനി ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഒരു മുസ്ലിം ഹിന്ദു പാട്ട് പാടിയാലോ? ഇപ്പൊ ഞാൻ നാളെ ഗുരുവായൂർ ഭക്തിഗാനങ്ങൾ പാടിയിടുകയാണ്. ഗുരുവായൂരിന്റെ ഭക്തിഗാനങ്ങൾ ഞാൻ പാടിയിടുന്നു, അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ പാടിയിടുന്നു. ഞാൻ ഇസ്ലാമിന്റെ അടയാളമായ തൊപ്പി ധരിച്ചുകൊണ്ട് കൃഷ്ണഭക്തി ഗാനങ്ങളോ അല്ലെങ്കിൽ ഗണപതി സ്തുതിഗീതങ്ങളോ ഒക്കെ ഞാൻ പാടിയിട്ടാൽ ഇതേ രീതിയിൽ തന്നെ മുസ്ലിം വിഭാഗം അംഗീകരിക്കുമോ? മുസ്ലിം പണ്ഡിതന്മാർ അംഗീകരിക്കുമോ? ഇല്ല എന്ന് ഞാൻ പറയും. അതുപോലെ ഒപ്പന ഒരു ഇസ്ലാമിക് കലാരൂപമായിട്ടാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിലും മാപ്പിളപ്പാട്ടുകളാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമ്മളെ ഓണം ഹൈന്ദവവൽക്കരിച്ച് കൊണ്ട് ഇന്ന് നമ്മളൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന പോലെ യഥാർത്ഥത്തിൽ മലയാളികളുടെ ഓണമാണ്. ആ ഓണത്തെ ഹിന്ദുക്കൾ അവർ തൃക്കാക്കർപ്പനയൊക്കെ വെച്ച് മഹാബലിയൊക്കെ ഒന്ന് ചേർത്തുകൊണ്ട് അവർ അവരുടേതായ രീതിയിൽ അത് ആഘോഷിക്കുന്നു. മറ്റുള്ളവർ അല്ലാത്ത രീതിയിൽ ആഘോഷിക്കുന്നു. എല്ലാവരും ഓണം അവരുടേതായ രീതിയിൽ ഒന്ന് മാറ്റി ആഘോഷിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ആഘോഷം പൊതുവായിട്ട് അത് വിളവെടുപ്പ് ഉത്സവമാണ് എന്ന് പറയുന്ന പോലെ ഒപ്പന എന്ന് പറയുന്നത് ഒരു കലാരൂപമാണ്. ആ കലാരൂപം മുസ്ലിം പെണ്ണായാലും ക്രിസ്ത്യൻ പെണ്ണായാലും ഏത് പെണ്ണായാലും അവിടെ ഒരു മണവാട്ടിയും ഒരു മണവാളനും ഒരു കല്യാണവും ആഘോഷവും പാട്ടും കൂത്തുമായി അതങ്ങനെ ആഘോഷിക്കുന്നു. പക്ഷെ അതൊരു ഇസ്ലാമിക് കലാരൂപമായി മാറിയ ഈ സമയത്ത് അത് ഹിന്ദു പെൺകുട്ടികൾ ഒപ്പന കളിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മുസ്ലിം മണവാളന്റെ ചുറ്റും നിന്നുകൊണ്ട് ഹിന്ദു ആൺകുട്ടികൾ ഒപ്പന കളിക്കുന്നുണ്ടോ ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇസ്ലാമിക കലാരൂപം എന്ന നിലയിലാണ്. എന്നാൽ ഹൈന്ദവ കലാരൂപം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടി ഒരു കഥകളി കളിച്ചാലോ അല്ലെങ്കിൽ ഒരു ഭരതനാട്യം കളിക്കുമ്പോഴോ ഒരു മോഹിനിയാട്ടം ആടുമ്പോഴോ അല്ലെങ്കിൽ അതുപോലെ ഒരു കുച്ചിപ്പുടി കളിക്കുമ്പോഴോ ഒരു നാടോടി നൃത്തം കളിക്കുകയോ ചെയ്താൽ എന്തായിരിക്കും ഇവിടുത്തെ ഒരു അവസ്ഥ? അപ്പൊ ഈ മതേതരമൊക്കെ എങ്ങോട്ടാ പോകുന്നത്? അതായത് മതേതരം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും മതേതരമായിരിക്കണം. അത് ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്, ജാടയാകരുത്. ഇവിടെ മതേതരത്വമൊന്നുമില്ല, കൃത്യമായ മത തരത്വം മാത്രമേ ഉള്ളൂ ഇവിടെ. അല്ലാന്നുണ്ടെങ്കിൽ കലയെ കലയായിട്ടും ജീവിതത്തെ ജീവിതമായിട്ടും വിശ്വാസത്തെ വിശ്വാസമായിട്ടും കാണാൻ പറ്റും. ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യനും മുസൽമാനും എല്ലാം ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവരുടെ രീതിയിൽ തന്നെ ജീവിക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് ഖുർആനിൽ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് എഴുതി വെച്ചത്. അത് മുസ്ലിമിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഹിന്ദുവിനുള്ളതല്ല. അതായത് ഖുർആൻ എന്നത് ഹിന്ദുവിന് വേണ്ടിയിട്ടുള്ളതല്ല. ഹിന്ദുവിന് വേണ്ടിയുള്ള വേദഗ്രന്ഥം വേറെ കൊടുത്തിട്ടുണ്ട്, അവൻ അതനുസരിച്ച് ജീവിച്ചോളും. ക്രിസ്ത്യാനിക്ക് വേദഗ്രന്ഥം വേറെ കൊടുത്തിട്ടുണ്ട്, അവരതനുസരിച്ച് ജീവിച്ചോളും. സത്യത്തിൽ രാഷ്ട്രീയം പോലെ ഈ മതത്തെ കാണണമെന്നാണ് എൻ്റെ പക്ഷം. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പോ ഈ അടുത്ത കാലത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു യുവ നേതാവുമായിട്ടുള്ള ഒരു വിഷയം, ഒരു ലഹരി കേസുമായി ഒരു കേസ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അനുജൻ അതുമായിട്ട് പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൊങ്കാലയിട്ടത് അനുജൻ മറ്റൊരു പാർട്ടിക്കാരനാണ്. ഈ ജ്യേഷ്ഠനെ എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അത് ലഹരിയുടെ സത്യാസത്യങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവിടെ പൊളിറ്റിക്സ് പൊന്തി വന്നു. അതായത് ഒരു വീട്ടിൽ 4 പേരുണ്ടെന്നുണ്ടെങ്കിൽ 4 രാഷ്ട്രീയ പാർട്ടി എന്നതിൽ ഒരു കുഴപ്പമില്ല.
അപ്പനും അമ്മയും 2 മക്കളും 4 രാഷ്ട്രീയ പാർട്ടികളുമായി ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ സുഖകരമായ സന്തോഷത്തോടെ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർ 4 പേരും 4 മതസ്ഥരായും അങ്ങനെ ജീവിക്കാൻ പറ്റണം. അതായത് മതം എന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ പുറത്തേക്ക് വളർത്തേണ്ട ഒരു സംഗതിയല്ല. അത് അവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ മത വിശ്വാസ ആചാരം അനുസരിച്ച് അവൻ ജീവിച്ചുകൊണ്ട് അവനത് മരണപ്പെട്ടു പോകാം, അവനത് അനുവർത്തിച്ചു പോരാം. ഇനി അതിന്റെ സത്യാസത്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവന്റെ അനുഭവത്തിൽ നിന്ന് അവന് പകർന്നു കൊടുക്കാം. പക്ഷെ അങ്ങനെ ആകണമെന്ന് വാശി പിടിക്കരുത്. ചുരുക്കം പറഞ്ഞാൽ മതം എന്നത് ഒരു സമൂഹമല്ല, അതൊരു വ്യക്തിയാണ്. ആ വ്യക്തി ആ മത വിശ്വാസ ആചാരങ്ങൾ അനുസരിച്ച് എങ്ങനെ ജീവിക്കുന്നു എന്നതനുസരിച്ചിട്ടാണ് അവന്റെ മതവിശ്വാസവും അവന്റെ ജീവിതവും വരുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാൻ വേണ്ടി പാഠശാലകൾ അല്ലെങ്കിൽ അതുപോലെ അത് അനുവർത്തിച്ചു പോകുന്നവർ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് മറ്റുള്ളവന് ഏത് വേണമെന്ന് തീരുമാനിക്കുന്നു. അത് തന്നെയാണ് അതിന്റെ ശരി. പിന്നെ പരമ്പരാഗതമായി ഒരു ഇസ്ലാമിക കുടുംബത്തിലോ ഹിന്ദു കുടുംബത്തിലോ ജനിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അതായി വരുന്നു, അതിനെക്കുറിച്ച് അവൻ മനസ്സിലാക്കുന്നു, താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിൽക്കുന്നു, ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ ഏതാണോ താല്പര്യമുള്ളത് അതിലേക്ക് അവൻ മാറുന്നു. ഇതിലൊന്നും ഒരു വലിയ വിഷയമാക്കേണ്ട ആവശ്യമില്ല. മതത്തെ ഇത്ര വൈകാരികമായി കാണേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്രമാണ് ഇമ്പോർട്ടന്റ്. രാഷ്ട്രീയം എന്ന് പറയുന്ന പോലെ 4 ഭാര്യ ഒരു മതം, ഭർത്താവ് മറ്റൊരു മതം, അപ്പനും അമ്മയും വേറെ 2 മതം, അതുകൊണ്ടൊന്നും ഒരു വിഷയം എവിടെയും ഉണ്ടാകാൻ പോകുന്നില്ല. മാനവ സൗഹാർദ്ദം അല്ലെങ്കിൽ മനുഷ്യ സൗഹാർദ്ദം എന്നതൊന്നും ഉണ്ടെങ്കിൽ ഈ സല്യൂട്ട് അടിക്കുന്നതും ഈ പാട്ട് പാടുന്നതും ഈ ഡാൻസ് കളിക്കുന്നതും ഈ 4 പേരെ കാണിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളും അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനിലൊരു വിശ്വാസമുണ്ട്, അതൊരു മതേതരവാദിയാണ്, അല്ലെങ്കിൽ അവന്റെ മതത്തിൽ വിശ്വസിക്കുമ്പോഴും അവൻ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സമത്വവാദിയാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവനെ മതവാദി എന്നും അവനെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ വെറും പൊള്ളത്തരമാണ് എന്നും മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. Different angles. Don't forget to subscribe and support this channel.